പ്രിയമുള്ളവരെ, വചനജ്വാല 1816 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ തിരുനാളായി ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. ഇന്നത്തെ വചന വായനയിൽ ഹോസിയായുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേലിന് ശിക്ഷ. ഇസ്രായേൽ, നീ സന്തോഷിക്കേണ്ട, ജനതകളെ പോലെ ആഹ്ലാദിക്കേണ്ട. നീ നിന്റെ ദൈവത്തെ പരിത്യജിച്ച് പരസംഗത്തിൽ ഏർപ്പെട്ടു. എല്ലാ മെതിക്കളത്തിലും നീ വേശ്യാവേദനം അഭിലഷിച്ചു. മെതിക്കളവും മുന്തിരിച്ചക്കും അവരെ പോറ്റുകയില്ല, അവർക്ക് പുതുവീഞ്ഞ് ലഭിക്കുകയില്ല. അവർ കർത്താവിന്റെ ദേശത്ത് വസിക്കുകയില്ല. എഫ്രായിം ഈജിപ്തിലേക്ക് മടങ്ങും. അസിറിയയിൽ വെച്ച് അവർ അശുദ്ധ ഭക്ഷണം കഴിക്കും. അവർ കർത്താവിനെ വീഞ്ഞ് നൈവേദ്യമായി ഒഴുക്കിയില്ല. തങ്ങളുടെ ബലികൾ കൊണ്ട് അവിടുത്തെ പ്രസാദിപ്പിക്കുകയുമില്ല. അവരുടെ ആഹാരം വിലാപകരുടേത് പോലെയായിരിക്കും. അത് ഭക്ഷിക്കുന്നവരെല്ലാവരും മലിനരാക്കപ്പെടും. അവരുടെ ആഹാരം വിശപ്പടക്കാൻ മാത്രമേ ഉണ്ടാകൂ. അത് കർത്താവിന്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുകയില്ല. നിശ്ചിത തിരുനാളിലും കർത്താവിന്റെ ഉത്സവ ദിനത്തിലും നിങ്ങൾ എന്തു ചെയ്യും? നാശത്തിൽ നിന്ന് അവർ ഓടിയകലുന്നു. ഈജിപ്ത് അവരെ ഒരുമിച്ച് കൂട്ടും. മെംഫിസ് അവരെ സംസ്കരിക്കും. അവരുടെ വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ കൊടിത്തൂവ കരസ്ഥമാക്കും. അവരുടെ കൂടാരങ്ങളിൽ മുന്തിരി ചെടികൾ വളരും. ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു. പ്രതികാരത്തിന്റെ ദിനങ്ങൾ ആഗതമായി. ഇസ്രായേൽ അത് അനുഭവിച്ചറിയും. നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി. ആത്മാവിനാൽ പ്രചോദിതമായവൻ ഭ്രാന്തനായി. എന്റെ ദൈവത്തിന്റെ ജനമായ എഫ്രായിമിന്റെ കാവൽക്കാരനാണ് പ്രവാചകൻ. എങ്കിലും അവന്റെ വഴികളിൽ കെണിവച്ചിരിക്കുന്നു. അവന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വിദ്വേഷം കുടികൊള്ളുന്നു. ഗിബയിലെ ദിനങ്ങൾ എന്ന പോലെ അവർ അത്യന്തം ദുഷിച്ചു പോയിരിക്കുന്നു. അവിടുന്ന് അവരുടെ അകൃത്യം ഓർമ്മിക്കും. അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകും. മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. എന്നാൽ ബാൽപയോറിൽ എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ബാലിന് പ്രതീക്ഷിച്ചു. അവർ സ്നേഹിച്ച വസ്തുവിനെ പോലെ അവരും മ്ലേച്ഛമായി തീർന്നു. എഫ്രായിമിന്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നകലും. അവിടെ ജനനമോ ഗർഭമോ ഗർഭധാരണമോ ഉണ്ടാവില്ല. അവർ കുട്ടികളെ വളർത്തിയാൽ തന്നെ ആരും അവശേഷിക്കാത്ത വിധം അവരെ ഞാൻ സന്താനരഹിതരാക്കും. ഞാൻ അവരിൽ നിന്ന് അകലുമ്പോൾ അവർക്ക് ദുരിതം. എഫ്രായിമിന്റെ സന്തതികളെ ശത്രുക്കൾക്കിരയാകാൻ ഒഴിഞ്ഞു വെക്കപ്പെട്ടവരായി ഞാൻ കാണുന്നു. എഫ്രായിമിന് തന്റെ പുത്രന്മാരെ കൊലക്കളത്തിലേക്ക് നയിക്കേണ്ടി വരും. കർത്താവേ, അവർക്ക് കൊടുക്കുക. അങ്ങ് അവർക്ക് എന്തു കൊടുക്കും? അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും
വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക. അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചു. അവിടെ വെച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി. അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എന്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടിപ്പുറത്താക്കും. ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല. അവരുടെ പ്രഭുക്കന്മാർ ധിക്കാരികളാണ്. എഫ്രായിമിന് മുറിവേറ്റു, അവരുടെ വേരുകൾ ഉണങ്ങിപ്പോയി. അവർ ഇനി ഫലം പുറപ്പെടുവിക്കുകയില്ല. അവർക്ക് മക്കളുണ്ടായാൽ തന്നെ ആ അരുമ സമ്പാദനങ്ങളെ ഞാൻ വധിക്കും. എന്റെ ദൈവം അവരെ പുറന്തള്ളും, കാരണം അവർ അവിടുത്തെ വാക്ക് കേട്ടില്ല. അവർ ജനതകളുടെ ഇടയിൽ അലഞ്ഞു തിരിയും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള സഭയിൽ ഇന്ന് വിശുദ്ധ പത്താംപിയൂസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന പുണ്യ സുദിനം. പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നാണ് പിതാവ് അറിയപ്പെടുക. ഇറ്റലിയെ ഗ്രീസ് ഗ്രാമത്തിൽ ജിയോവാനി ബാറ്റിസ്റ്റ സാർത്തയുടെ 10 മക്കളിൽ രണ്ടാമത്തെ മകനാണ് ജോസഫ് സാർത്തോ. ദാരിദ്ര്യം മൂലം ചെരുപ്പിടാതെയായിരുന്നു പഠിക്കാൻ പോയിരുന്നത്. പഠനത്തിൽ മിടുക്കനായതിനാൽ പാദുവ സെമിനാരിയിൽ സ്കോളർഷിപ്പ് ലഭിച്ചു. 23-ാം വയസ്സിൽ വൈദികനായി. പ്രസംഗത്തിലുള്ള ഓജസ്, കുമ്പസാരിപ്പിക്കാനുള്ള സന്നദ്ധത ഏവരുടെയും കണ്ണിലുണ്ണിയാക്കി മാറ്റി. 49-ാം വയസ്സിൽ മെത്രാനായി. 58-ാം വയസ്സിൽ ജോസഫ് കർദിനാളായി. ആ വർഷം തന്നെ വെനീസിലെ പാട്രിയാർക്കായി. 68-ാം വയസ്സിൽ ലയോ പാപ്പായുടെ മരണശേഷം പത്താംപിയൂസ് എന്ന പേരിൽ മാർപ്പാപ്പയായി കിരീടധാരണം നടത്തി. സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നാണ് മുദ്രാവാക്യം. കുർബാന പുസ്തകം, കാനോന നമസ്കാരം, ആരാധനാഗാനം എന്നിവ പരിഷ്കരിച്ചു. അൽമായർക്ക് എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അനുവാദം നൽകി. പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദരിദ്രാരൂപിയിൽ തന്നെ അദ്ദേഹം ജീവിച്ചു. ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ച് മരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. യുദ്ധം ആരംഭിച്ച് ഭീകരത വർദ്ധിച്ചപ്പോൾ ഈ യുദ്ധം എൻ്റെ മരണമാണ് എന്ന് ഉരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചത്. പ്രിയമുള്ളവരെ, വിശുദ്ധ പത്താംപിയൂസ് മാർപ്പാപ്പയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.